morning, students. Welcome back to our English class. Today I am moved to a new unit, Unit 5, The Great Adventure. What you mean by adventure? Adventure means explore risky activities. പ്രയാസമേറിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് അഡ്വഞ്ചർ. Read the profiles given below. Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding black holes in space. He has authored several popular science books. Even at an early age, Hawking showed a passion for science and astronomy. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. Gradually, he became entirely paralyzed and his life got confined to a wheelchair. Despite his illness, he has done groundbreaking work in physics and astronomy. Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding black holes in space. He has authored, what you mean by authored? Be the author of several science books. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ധാരാളം സയൻസ് ബുക്കുകൾ എഴുതിയ ഒരാളായിരുന്നു. ഹി ഹാസ് ഓതേർഡ് സെവറൽ പോപ്പുലർ സയൻസ് ബുക്സ്. ഈവൻ അറ്റ് എൻ ഏർലി ഏജ്, ഹോക്കിംഗ് ഷോഡ് എ പാഷൻ ഫോർ സയൻസ് ആൻഡ് അസ്ട്രോണമി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സ്റ്റീഫൻ സയൻസിനോടും അതുപോലെ അസ്ട്രോണമിയോടും വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 21, while studying at Cambridge, he was diagnosed with a serious disease. At the age of 21, 21 വയസ്സായപ്പോൾ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വലിയൊരു അസുഖം ഉണ്ടായി. Gradually, he became entirely paralyzed and his life got confined to a wheelchair. സാവകാശം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തളർന്നു, നടക്കാനും ഒന്നിനും പറ്റാതെയായി. അയാളുടെ ജീവിതം ഒരു വീൽ ചെയറിൽ, പിന്നീട് അയാൾക്ക് വീൽ ചെയറിലാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ, നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. Despite his illness, he has done groundbreaking work in physics and astronomy. Despite his illness, ശരീരം ആകെ തളർന്നു, വലിയ അസുഖമാണ്, നിൽക്കാനും നടക്കാനും ഒന്നിനും സാധിക്കുകയില്ല. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇതാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. What you mean by groundbreaking? Innovating. Then next, the second one is Vaikom Vijayalakshmi. We are familiar the name Vaikom Vijayalakshmi. Vaikom Vijayalakshmi is a gifted singer with a unique voice. She is blind by birth. Right from early childhood, she showed extraordinary talent in singing. She could easily identify the raga of a song even if heard for the first time. She learned more than 100 ragas without any formal training in music. She is also an expert at playing Gayatri Veena. She has performed at more than 400 venues across India. She is also a playback singer
The song Kaate Kaate, sung by her in the Malayalam movie Celluloid, won great appreciation. Vaikam Vijayalakshmi is a gifted singer with a unique voice. ഒരു അനുഗ്രഹീത ഗായികയായിരുന്നു വൈക്കം വിജയലക്ഷ്മി. ഷീസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. എന്താണ് അവളുടെ പ്രത്യേകത? ഷീസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. ജന്മന അന്ധയായിരുന്നു, കണ്ണ് കാണാൻ പറ്റാത്ത ആളായിരുന്നു, കാഴ്ചയില്ലാത്തവളായിരുന്നു. റൈറ്റ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ഷീ ഷോഡ് എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് ഇൻ സിംഗിങ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ടിനോട് പാടാനുള്ള കഴിവ് അവൾക്ക് ഉണ്ടായിരുന്നു. ഷീ കുഡ് ഈസിലി ഐഡൻറ്റിഫൈ ദ രാഗ ഓഫ് എ സോങ് ഈവൺ ഇഫ് ഹേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഏത് രാഗത്തിലുള്ളതാണെന്ന് അവൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഷീ ലേൺ മോർ ദാൻ 100 രാഗാസ് വിത്തൗട്ട് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ മ്യൂസിക്. മ്യൂസിക് ഒന്നും പഠിക്കാതെ തന്നെ 100ഓളം രാഗങ്ങൾ അവൾ സ്വായത്തമാക്കി. ഷീ ഈസ് ഓൾസോ ആൻ എക്സ്പേർട്ട് അറ്റ് പ്ലേയിങ് ഗായത്രി വീണ. ഗായത്രി വീണ വായിക്കുന്നതിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അത് വായിക്കാനും അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഷീ ഹാസ് പെർഫോംഡ് അറ്റ് മോർ ദാൻ 400 വെന്യൂസ് അക്രോസ് ഇന്ത്യ. അക്രോസ് മീൻസ് ഓൾ ഓവർ ഇന്ത്യ. ഏകദേശം 400ഓളം ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലായി 400ഓളം സ്റ്റേജുകളിൽ വൈക്കം വിജയലക്ഷ്മി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷീ ഈസ് ആൾസോ എ പ്ലേബാക്ക് സിംഗർ. ദ സോങ് കാറ്റെ കാറ്റെ സങ് ബൈ ഹെർ ഇൻ ദ മലയാളം മൂവി സെല്ലുലോയിഡ് won great appreciation. സെല്ലുലോയിഡ് എന്ന മലയാളം സിനിമയിൽ കാറ്റെ കാറ്റെ എന്നുള്ള ആ ഗാനം പാടിയത് വൈക്കം വിജയലക്ഷ്മിയാണ്. മറ്റു പല സിനിമകളിലും അവൾ പിന്നണി പാടിയിട്ടുണ്ട്. കോവിഡ് കാലമല്ലേ, കോവിഡല്ലേ, ഭീതിയെ വേണ്ട, ജാഗ്രത മതി, അകലം പാലിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, മാസ്കും സാനിറ്റൈസറും മറക്കല്ലേ, കൊറോണ കാലമല്ലേ, കൊറോണയില്ലേ, കോവിഡ് കാലമല്ലേ, കോവിഡല്ലേ. What lesson we learn, children, from this? Both Stephen William Hawking and Vaikam Vijayalakshmi had to face many challenges in their life, but with their self-confidence, strong will and determination, they excelled in their respective fields. രണ്ടുപേർക്കും, സ്റ്റീഫൻ വില്യം ഹോക്കിങ്സിനും അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മിക്കും ധാരാളം പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർ അവരുടെ ഫീൽഡിൽ, വില്യം ഹോക്കിംഗ് ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി ഒരു ഗായികയായിരുന്നു. രണ്ടുപേരും അവരുടെ ആ ഫീൽഡിൽ വളരെയധികം സംഭാവനകൾ ചെയ്തു. Dear students, please read this lesson very well. Okay, thank you.